ഹലോ എവരിവൺ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഒരു സിനിമയാണ് ബറോസ്. വിക്കിപീഡിയ ഇൻഫർമേഷൻ അനുസരിച്ച് ബറോസ് ഒരു ബോക്സ് ഓഫീസ് ബോംബാണ്. 130 കോടി രൂപ നഷ്ടം. ഇനി എമ്പുരാൻ എന്ന സിനിമ റിലീസായി ആന്റണി പെരുമ്പാവൂറിന് ഒരു 100 കോടി ലാഭം ഉണ്ടായാൽ അദ്ദേഹം ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? സിനിമയെ ഒരു എക്സാമ്പിൾ ആക്കിയെടുത്ത് ഇൻകം ടാക്സിലെ ബിസിനസ് ഇൻകം ബിസിനസ് ലോസ് ഒരു ക്വിക്ക് അനാലിസിസ്. ഫിലിം പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും സംഭവിക്കുന്ന ലോസ് നോർമൽ ബിസിനസ് ലോസ് ആയിട്ടാണ് ഇൻകം ടാക്സ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ കച്ചവടം ചെയ്ത് നഷ്ടം വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇൻകം ടാക്സ് റൂള് ഫിലിമിനും വരുന്നത്. ഇപ്പോൾ ബറോസ് എന്ന സിനിമയിൽ 130 കോടി രൂപ നഷ്ടം, എമ്പുരാൻ എന്ന സിനിമയിൽ 100 കോടി ലാഭം. അപ്പോൾ ഒരിക്കലും ആന്റണി പെരുമ്പാവൂർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല. ആദ്യമുണ്ടായ നഷ്ടത്തെ ഈ ലാഭം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യപ്പെടും. ഇനി സാഡ് പാർട്ട്, എമ്പുരാൻ എന്ന സിനിമയും നഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത 8 വർഷം വരെ ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ഈ അടുത്ത 8 വർഷത്തിനുള്ളിൽ എവിടെ ലാഭമുണ്ടായാലും ഈ നഷ്ടത്തെ നികത്താൻ പറ്റും. ഇത് എല്ലാ ബിസിനസ്സിനും അപ്ലിക്കബിളായ ഇൻകം ടാക്സ് റൂളാണ്. ഒരിക്കലും അങ്ങനെ സാഡ് പാർട്ട് ആവാതിരിക്കട്ടെ. എമ്പുരാൻ എന്ന സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.